The aim of an experiment study was to determine the effect of three different techniques of training on the learning of a particular skill. Three groups, each consists of 7 students of class 9 and assigned randomly were given training through these different techniques, and the scores obtained on a performance test were recorded as follows. Test the difference between the group using ANOVA. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 9th പഠിക്കുന്ന കുട്ടികളുടെ അവർക്ക് ഒരു പർട്ടിക്കുലർ സ്കില്ല് ലേൺ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടെക്നിക്സ് 3 ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ കുട്ടികളിലെ ഒരു 7 പേരുള്ള 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ 3 ടെക്നിക്സും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓരോ ഗ്രൂപ്പിലേക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ അവരുടെ ആ പെർഫോമൻസിൻ്റെ ഒരു ടെസ്റ്റ് റെക്കോർഡ് ചെയ്യണം. അവർക്കൊരു ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് വെക്കണം മനസ്സിലായി. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ 3 തമ്മിലുള്ള ഡിഫറൻസസ് അനോവ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനോവ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 3 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഇവിടെ എച്ച് നോഡ് എന്ന് പറയുന്നത് H0 ഇസ് μ1 = μ2 = μ3 ആണ്. ആൻഡ് H1 എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഗ്രൂപ്പ് ഈസ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മീൻ ഈസ് ഡിഫറെൻറ്റ് എന്ന് നമുക്ക് എടുക്കാം. ദെൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അനോവൻ്റെ ടേബിളിനകത്തുള്ള എല്ലാ ഇക്വേഷൻസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ ടേബിളിൽ തന്നിട്ടുള്ള ഈ വാല്യൂസ് വെച്ചിട്ട് ടോട്ടൽ കണ്ടുപിടിക്കുക. അതായത് 3 സാമ്പിൾസിൻ്റെയും 3 ഗ്രൂപ്പിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, അത് T1. ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, അത് T2. ആൻഡ് ഇത് T3. അങ്ങനെ 3ൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുക. ദെൻ മൊത്തത്തിലുള്ള ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് T. ഗ്രാൻഡ് ടോട്ടലാണ് T എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ ടോട്ടൽ പ്ലസ് സെക്കൻഡ് സാമ്പിളിൻ്റെ ടോട്ടൽ പ്ലസ് തേർഡ് സാമ്പിളിൻ്റെ ടോട്ടൽ = 96 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുകയാണ്. കാരണം എല്ലാ ഇക്വേഷനകത്തും ഈ കറക്ഷൻ ഫാക്ടർ ഉണ്ട്. അതായത് അടുത്ത വരുന്ന നമുക്ക് ബിറ്റ്വീൻ സാമ്പിൾ സ്ക്വയറും എറർ സം ഓഫ് സ്ക്വയറും ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? കറക്ഷൻ ഫാക്ടർ വേണം. അപ്പോൾ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. കറക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T² / n, where T is the grand total. ഗ്രാൻഡ് ടോട്ടൽ 96 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 3 സാമ്പിളാണ്. 3 സാമ്പിളിലും കൂടി ആകെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, അതായത് ടോട്ടൽ ഒബ്സർവേഷൻസിൻ്റെ ടോട്ടലല്ല, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. 3 ഗ്രൂപ്പുണ്ട്, 3ലും 7 ഒബ്സർവേഷൻസ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ആകെ 21 ഒബ്സർവേഷൻസ് അവൈലബിൾ ആണ്. സോ n എന്ന് പറയുന്നത് 21 ആണ്. അങ്ങനെ നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടപ്പോൾ 438.85 എന്നുള്ള വാല്യൂ അപ്പോൾ T കണ്ടുപിടിച്ചു. ദെൻ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ടോട്ടൽ സം ഓഫ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ സം ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്താ? σxij² മൈനസ് കറക്ഷൻ ഫാക്ടർ. ഈ xij², σxij² എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഇവിടെയുള്ള ഓരോ xij ഇതൊക്കെ എന്താണ്? xij, x11, x12, x1 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഓരോ ഒബ്സർവേഷൻസിൻ്റെയും സ്ക്വയർ കണ്ടിട്ട് ആഡ് ചെയ്യുക. 3² + 5² + 3² അങ്ങനെ അപ് ടു ഈ ലാസ്റ്റത്തെ 7 വരെ ഉള്ള എല്ലാ ഒബ്സർവേഷൻസും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. ഇതാണ് ആ ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. σxij² = എന്താ? എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും സമ്മാനവും അതിവിടെ ഒന്നുള്ള σxij² എന്ന് പറയുന്നത് x11² + x12² + എക്സെട്ര അപ് ടു x ഇവിടുത്തെ 7 ആണുള്ളത്. അല്ല 3 7 വരെ അല്ലെ പ്ലസ് എക്സെട്ര പ്ലസ് x3 7² വരെ x3
സ്ക്വയർ വരും. സോ ആ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും സ്ക്വയർ ചെയ്യുക ആൻഡ് മൈനസ് ദ കറക്ഷൻ ഫാക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് 518 ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യാം. then we get 79.15. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് എന്നുള്ള സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാം. അവിടെ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അനോവ ടേബിളിനകത്ത് കണ്ട ഇക്വേഷൻ സിഗ്മ ടി ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഐ മൈനസ് കറക്ഷൻ ഫാക്ടർ ഓക്കെ. അപ്പം ഇതാണ് ടി ഐ സ്ക്വയർ. അതായത് സിഗ്മ ടി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ പ്ലസ് TC സ്ക്വയർ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ടി ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. അപ്പോൾ T1 സ്ക്വയർ ഡിവൈഡ് ബൈ N1 പ്ലസ് T2 സ്ക്വയർ ഡിവൈഡ് ബൈ N2 പ്ലസ് T3 സ്ക്വയർ ഡിവൈഡ് ബൈ N3. അതായത് 28 സ്ക്വയർ ഡിവൈഡ് ബൈ 7. അപ്പം മൂന്നിലും 7 ഒബ്സർവേഷൻ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 7 ആണ്, കോമൺ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ കൊടുക്കുക, ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യാം, മൈനസ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ. ദെൻ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.72 വാല്യൂ കിട്ടണം. ഇനി അടുത്തത് എറർ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാം. എറർ സം ഓഫ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ മൈനസ് സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് ആണ്. അപ്പം 79 മൈനസ് 3.72 ഇത് 75.43 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ആൻഡ് ഇനി the ANOVA table is present